മലയാളി സിനിമാ പ്രേക്ഷകരും അതുപോലെ തന്നെ ലോക സിനിമാ പ്രേക്ഷകരെല്ലാം ഒന്നടങ്കം കാത്തിരിക്കുന്ന മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും ഒരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് പാട്രിയോട്ട്. അപ്പോൾ സിനിമയുടെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലാലേട്ടൻ, മമ്മൂക്ക, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ അണിനിരക്കാൻ പോകുന്നത്. സോ സിനിമയുടെ ടീസർ ഓൾറെഡി റിലീസായിട്ടുണ്ടായിരുന്നു. ആ സിനിമ ടീസറിൻ്റെ സമയം നമ്മൾ റിയാക്ട് ചെയ്യാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്തായാലും ഇപ്പോൾ ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ ശ്രീലങ്കൻ വോളിയം 1 ദ പാട്രിയോട്ട് ബിഹൈൻഡ് ദ സീൻ ശ്രീലങ്ക വോളിയം 1 എന്ന് പറയുന്നൊരു വീഡിയോ റിലീസായിട്ടുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് നടന്ന ബിഹൈൻഡ് ദ സീൻ കാര്യങ്ങളൊക്കെ അവരിപ്പോൾ റിലീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സിനിമയുടെ റിലീസ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. നമുക്ക് മേ ബി ഈ വീഡിയോ കാണുമ്പോൾ അത് നമുക്കറിയാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറയാനുള്ളൂ. നമ്മൾ പെട്ടെന്ന് വീഡിയോ റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. വെൽക്കം ടു സിനി പീഡിക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കിടക്കുന്ന ഹൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് നേരത്തെ പറയാൻ മറന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ 1 മിനിറ്റ് 1 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ് അവർ റിലീസാക്കിയിരിക്കുന്നത്. നമുക്കെന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണനാണ്. ഞാൻ പലപ്പോഴും ഡയറക്ടറിൻ്റെ പേരുകൾ ചില സമയങ്ങളിൽ വിട്ടുപോകാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ് മഹേഷ് നാരായണൻ. ഭയങ്കര വിഷനാണ്. പക്ഷേ പുള്ളിയുടെ സിനിമകളിലൊക്കെ പുള്ളി കാണുന്നൊരു വിഷൻ്റെ ഒരു 50% വരുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലെ ഒരു 90% എങ്കിലും വന്നത് ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമയിലാണ്. ബാക്കി പുള്ളി ചെയ്ത മാലിക്ക് ഞാൻ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ബട്ട് പുള്ളിയുടെ ഒരു വിഷൻ്റെ ഒരു 50% മാത്രമേ സിനിമയിൽ വന്നിട്ടുള്ളൂ. സോ ഈ സിനിമ ടേക്ക് ഓഫിനെക്കാട്ടിലും മൂളി പോട്ടെ, 100% പുള്ളിയുടെ ഒരു പടമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ച് വരുന്നത്. ഞാനിപ്പോൾ വീണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. വെറുതെ അങ്ങ് സംസാരിക്കുക. ശ്രീലങ്ക മഴയായിപ്പോയി. മാലിക് ടേക്ക് ഓഫ്. ഫിറ്റ്നസ്. ശ്രീലങ്ക എയർഫോഴ്സ് മലയാളം മൂവി. റിയലി ഷൂട്ടിട്ടാ, അത് ഒറിജിനൽ ഷൂട്ടാണ്. ബിഗ്ഗസ്റ്റ് 18 വർഷത്തിന് ശേഷം അല്ലേ? ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ഇതിനകത്ത് നയൻതാരയുണ്ട്. ബിഹൈൻഡ് ദ സീൻ വോളിയം 1 പാട്രിയോട്ട്. കഴിഞ്ഞു ഏപ്രിൽ 23. ഏപ്രിൽ 23-നാണ് പടം റിലീസ്. വാവ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം സംഭവം ടീസർ കണ്ടിട്ടൊന്നും കൂടുതൽ വിലയിരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫഹദ് ഫാസിൽ ഒരു പൊതുവേദിയിൽ പോയിട്ട് പറഞ്ഞു പുള്ളിയാണ് പടത്തിലെ വില്ലനെന്ന്. ഇനി അത് സസ്പെൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ മഹേഷ് നാരായണൻ ഉപ്പിലിടും എന്നാണ് കേട്ടത്. എന്തായാലും അറിയത്തില്ല. ഫഹദ് ഫാസിലാണ് പടത്തിലെ മെയിൻ വില്ലൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം 23-ാം തീയതി വരെ. ഒരു ഗംഭീര പടമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒഡീഷയിൽ റിലീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ലാലേട്ടനും മമ്മൂക്കയുടെ പടങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു റിലീസായി വമ്പൻ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മലയാളികൾ കാണാൻ കാത്തിരുന്ന അല്ലെങ്കിൽ കൊതിച്ച 18 വർഷത്തിന് ശേഷം വരുന്നൊരു സിനിമയാണ് പാട്രിയോട്ട് എന്ന് പറയുന്നത്. അതൊരു മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി കുറിക്കുന്ന ഒരു വമ്പൻ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മഹേഷ് നാരായണനും അദ്ദേഹത്തിൻ്റെ ഫിലിം കരിയറിലെ ഏറ്റവും വലിയൊരു വിജയമായി ഈ സിനിമ മാറട്ടെ എന്നും ആശംസിക്കുകയാണ്. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.